നമ്മൾ ഉണ്ടാക്കുന്ന പട്ട് ഇങ്ങനെയല്ല. പിന്നെ നീക്ക് ഞാൻ തള്ളനാണല്ലേ? അല്ല അല്ല അണ്ണൻ പറ. കവളി മടലും മുളം ചീളൊക്കെ വെച്ചാണ് പട്ടം ഉണ്ടാക്കണം. കവളി മടല? ഓ, എന്നിട്ട് പോറ്റിയില് പറമ്പി പറത്തു. അതാരി അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം പട്ടം പറത്തുമ്പോഴേ പട്ടം പറത്ത് ജയിച്ച എന്തിനാണ് സമ്മാനം എന്ന് അറിയാമോ? എന്തോന്ന്? നമ്മളെ കുട്ടന്റെ കടയിൽ നിന്ന് മുട്ടവാസും ഡ്രിങ്ക്സും. മുട്ടവാസും ഡ്രിങ്ക്സും നിന്നാണ് ഞാൻ ഈ ഗതിയായത്, അറിയാമോ? അറിയത്തില് ഫുൾ ഫസ്റ്റ് അടിക്കുന്ന ഞാനല്ലേ. ഓഹോ, അതാണ് എന്റെ ഇത്ര തടി. നീ പറഞ്ഞു നോക്കട്ടെ. ഇത് കട്ടിയുണ്ട്. അത് ഇത്ര മതി. അത് കട്ടൻ ചെയ്യണ്ട. നീ ഇങ്ങോട്ട് പോകണ്ട്. അടിച്ച് ഞാൻ തുരുതര വിട്ടുതരാം. നീ പോ. ശങ്കര, അങ്ങനെ ഞാൻ ഒരിക്കൽ പട്ടം പറത്തിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മളവിടെ രാധമാമി ഉണ്ട്. രാധമാമി ആന്റിനെ പോയി കുരുക്കി. കുരുക്കിയിട്ട് ഞാൻ വലിച്ചെടുത്തപ്പോ ആന്റിനെ കൂടെ പൊത്ത് താടക്കണം ഓടിന്റെ മണ്ടേ കൂടെ. അവരന്നങ്ങനെ എന്നെ ചീത്ത വിളിച്ച് ഓട്ടിച്ചു വിട്ടു. കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് കലിയാണ് പറഞ്ഞത്. അന്ന് ഞാൻ പട്ടം പറത്തിയാ അല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് പറത്തിയാ ഞാൻ, അറിയാമോ? നീ പറത്ത്. എനിക്ക് നഷ്ടമൊന്നുമില്ല, അവർക്ക് തന്നെ നഷ്ടം. ഒരു പൈലറ്റിന്റെ അയൽവക്കത്തിൽ അവർക്ക് താമസിക്കാൻ പറ്റിയില്ല. ഇരിക്കണം, ഇങ്ങോട്ട് അടുത്താണ് മണിക്കൂർ നന്നായിട്ട് ഇങ്ങനെ വെക്കണം, മനസ്സിലായോ? കിഴക്ക് പടിഞ്ഞാറാണ് കാറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കണം. കാറ്റ് പോയോട്ടെ. ഓ, അണ്ണാ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടാ. അണ്ണ പട്ടാണോ പറത്തിട്ടുള്ള പ്രാവിനാണോ പറത്തിട്ടുള്ള? കോഴിയെ മരണമില്ലല്ലോ. നാണല്ലാത്തവനെ ഒളിച്ചു വന്നിട്ട് റംബൂട്ടാൻ മോഷ്ടിക്കാണല്ലോടാ. റംബൂട്ടാൻ കള്ള. പട്ടം വീട്ടിൽ പോടാ. റംബൂട്ടാൻ കള്ള. ഓടി രക്ഷപ്പെട്ടു. ഇവിടെ നെല്ല് മറിയാൻ എന്തിനടയാത്തതെന്ന് ഈ ചെറുക്ക എവിടെ ചെന്ന് കിടക്കുന്നത്? എന്താ നീ എവിടെ പോയത്? അത് ആശാനെ ഞാൻ പട്ടോ? ഞാൻ പട്ടം വരെ പോയിരുന്നു. എന്തിന്? എന്റെ സൈക്കിളിന്റെ ബെല്ലേ പണ്ടായിരുന്നു എനിക്ക് ക്രിണി ക്രിണിന്നായിരുന്നു കേക്കണേ. ഇപ്പഴാണെങ്കിൽ കിണി കിണിന്നാണ് കേക്കണേ. അതൊന്ന് ശരിയാക്കാൻ കൊണ്ടുപോയത്. മാനക്കേടായോടാ എനിക്ക്. നിന്റെ ആചാരം പറഞ്ഞ് ഞാൻ നടക്കണം. ഓക്കെ, ഒരു സൈക്കിളിന്റെ ബെല്ല് നന്നാക്കാൻ നിനക്ക് അറിഞ്ഞൂടി. അതെങ്ങനെ ആശാനല്ലേ എനിക്ക് പണി പഠിപ്പിച്ച് വെച്ച് തന്നേക്കണം. പിന്നെ എങ്ങനെ എനിക്ക് ശരിയാക്കാൻ അറിയാം? ആശാൻ ആദ്യം നേരെ പഠിപ്പിച്ചായിരുന്നു. ഓഹോ, ഇപ്പൊ ആശാന്റെ വെളിയിൽ കുറ്റമായ? ആശാൻ പറഞ്ഞിരുന്നു പോലെ നീ ചെയ്യാത്തതുകൊണ്ടാണ് പണി പഠിക്കാത്തത്. നല്ല സ്വയംബൻ ഇഞ്ചി കറി. ശങ്കര, ഒരു കൈ നീട്ടാ. കഴിച്ചോ കഴിച്ചോ മാമ. ഇഞ്ചി കറി. ഇഞ്ചി കറി എന്തായാലും ടേസ്റ്റ് ചെയ്യാനാ. സൂപ്പർ സാധനമാ. എങ്ങനെയുണ്ട്? പിന്നെ വേറൊരു കാര്യം, ആശാനോടും ശിഷ്യനോടും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്താണ്ടേ, നാളെ മുതൽ ഈ ചെറുക്കനെ സ്കൂളിൽ വിട്ടേക്കണം. എന്റെ മാമന് ജോലിക്കാരെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായോ? ഞാൻ നല്ല മണിമണിയായിട്ട് ആൾക്കാരെ കൊണ്ടൊന്നും തരത്തില്ലയോ? ഇനി ആരെയും കിട്ടിയില്ലെന്ന് വിചാരിച്ചു ഞാൻ വരും. ഞാൻ പഴയൊരു പണിക്കാരനല്ലേ. പിന്നെ എനിക്കറിഞ്ഞൂടെ? ഏയ്, പണ്ട് ഇവിടെ ബാബുവിന്റെ കാർ ഇവിടെ കൊണ്ടിട്ടിരുന്നു. അംബാസഡർ കാർ. അതിന്റെ ഫ്രണ്ടിൽ ഒരു മുന്തിരിക്കൊല കെട്ടി തൂക്കിട്ടിരുന്നു. അത് നീ അടിച്ചു മാറ്റിയവനല്ലടാ നീ. അതെ, അത് കുഞ്ഞുനാളത്തെ കാര്യമില്ലയോ? അമ്മാവൻ ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കാണിച്ച് ആരുടെ ഓർക്കാത്തത്? അല്ല, ഇപ്പൊ ഞാൻ വലുതായില്ലയോ? നീ എന്താ സ്കൂളിൽ പോകാത്ത? അത് പിന്നെ അച്ഛനാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോയ വെള്ളം അടിച്ചോണ്ട് വന്നിട്ട് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അയ്യോ, എന്നിട്ട് പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് പറയണ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിക്കണം. അല്ല, അപ്പം
മോന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? വീട്ടിലെ കാര്യങ്ങള് അമ്മ ഇത്തിരി ജോലിക്ക് പോകുന്നോണ്ട് മാത്രമാണ് പൈസ കിട്ടണം. അപ്പം അതും കൂടെ അച്ഛൻ എടുത്തിട്ട് പോയിട്ട് അച്ഛൻ വെള്ളം അടിച്ചിട്ട് നടക്കും. ഇത്തരം തന്തമാരെ വേണം ഞാൻ പെരുക്കി കൊടുക്കേണ്ടത്. മാമന് ഇതൊന്നും ഈ കാര്യം ഒന്നും തിരക്കിയിട്ടില്ലേ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ. അവ ഇപ്പം പറഞ്ഞപ്പോഴല്ലേ ഞാൻ കേൾക്കണത്. പാവം. എടാ മക്കളെ, നിനക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടോ? ഉണ്ട്. അവിടെ മാമൻ വിടും, എല്ലാ കാര്യങ്ങളും മാമൻ ചെയ്തു തരും. മക്കൾക്ക് പഠിച്ചു വലുതായിട്ടേ അമ്മയെ നോക്കണ്ടേ? അപ്പം മാമൻ ധൈര്യമായിട്ടിരുന്നു, മാമൻ സ്കൂളിൽ വിടുന്നില്ല കേട്ടോ. നിന്റെ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ഓക്കെ?